ഹേ വാട്സ്ആപ്പ് ഗൈസ് അഷി സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നൈറ്റ് കഴിക്കാറുള്ള ഒരു റെസിപ്പീനെ കുറിച്ചാണ്. പക്ഷേ ഇതൊരു ജസ്റ്റിഫിക്കേഷനോ അല്ല, ഒരു ക്ലാരിഫിക്കേഷനോ അല്ല. ഞാൻ എന്തായാലും പറയാൻ പോകുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും അളവ് എനിക്കിങ്ങനെ ടീസ്പൂണോ ടേബിൾ സ്പൂണോ ആയിട്ടൊന്നും പറയാനറിയില്ല. അത് എനിക്ക് എങ്ങനെയാണ് ടേസ്റ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ടായിട്ടുള്ളത്. സോ അത് നിങ്ങളും മനസ്സിൽ വെച്ചിട്ട് അതിന് ശേഷമായിരിക്കണം ഇത് ഉണ്ടാക്കാൻ നോക്കേണ്ടത്. ഓക്കെ, ഇത് enjoy the video. The following video may affect your health. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞ നോക്കണ്ട. ഫസ്റ്റ് ഒരു ചിക്കൻ ബ്രസ്റ്റ് എടുക്കാം. എടുത്തിട്ട് അത് നിങ്ങൾക്ക് എങ്ങനെയാണോ കട്ട് ചെയ്യേണ്ടത് അതുപോലെ കട്ട് ചെയ്യുക. എനിക്ക് ഇങ്ങനെയാണ് കട്ട് ചെയ്യാൻ ഇഷ്ടം, പക്ഷേ അതുകൊണ്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്തു. ശേഷം ഒരു ബൗൾ എടുക്കാം. ആ ബൗളിലേക്ക് ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. പിന്നെ കുറച്ച് ഉപ്പിടാം. പിന്നെ 2 സ്കൂപ്പ് തൈര് ഇടണം. തൈര് ഇവിടെ കിട്ടുന്ന ഒരു കട്ട തൈരായതുകൊണ്ട് തന്നെ അതാണ് ഞാൻ വാങ്ങിച്ചിട്ടത്. നിങ്ങൾക്ക് നാട്ടിൽ എങ്ങനത്തെ തൈരാണ് കിട്ടുന്നത് അത് ഇട്ടാൽ മതി. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങനെയായിരുന്നു ആക്കുന്നത്. പിന്നെ മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ നല്ല നാടൻ ടെർമറിക് പൗഡർ, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്. അതെന്തായാലും ഇടണം കേട്ടോ, അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ കിട്ടും. ശേഷം കുറച്ച് പെപ്പർ പൗഡർ. അതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഇതില്ല ചിക്കൻ ബ്രസ്റ്റ് അതിട്ടാൽ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. അങ്ങനെ കുഴച്ച് അത് മൊത്തത്തിൽ ചിക്കനെ കോട്ട് ചെയ്യണം. എന്നിട്ട് അതിങ്ങനെ വലിച്ചെടുക്കണം. ഇതിൻ്റെ ഫ്ലേവർ അപ്പോൾ ഒരു വേറെ തന്നെ ടേസ്റ്റ്. അപ്പോൾ അതിന് നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് വെക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കുറച്ച് ഇങ്ങനെ ലെമൺ ഇങ്ങനെ സ്ക്യൂസ് ചെയ്യണം. അത് നിങ്ങൾക്ക് എത്രയാണോ പുളി വേണ്ടത് അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു കത്തി എടുത്തത് ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ കുത്തിക്കണം. അതെന്തിനാണ് നിങ്ങൾക്ക് അറിയില്ലേ? അത് ചിക്കൻ ഇങ്ങനെ വലിച്ചെടുക്കാൻ, അതിൻ്റെ എല്ലാം ഫ്ലേവർ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഒരു തക്കാളി എടുക്കാൻ മുറിക്കുക, ഒരു ഉള്ളി എടുക്കാൻ മുറിക്കുക. എങ്ങനെ വേണം മുറിച്ച് കഴിച്ചത്, അതില്ല നിങ്ങളിഷ്ടം. ഞാനിങ്ങനെയാണ് മുറിച്ചത്. എനിക്ക് സ്റ്റൈലൊന്നും വേണമെന്നൊന്നുമില്ല, എനിക്ക് തിന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ മുറിക്കേണ്ടത് അതിനനുസരിച്ച് മുളക്, അതുപോലെ തന്നെ ക്യാരറ്റ് എല്ലാം മുറിക്കുക. ഈ ക്യാരറ്റ് ഞാൻ മുറിക്കുന്നത് പറഞ്ഞാൽ സൈഡ് ഇങ്ങനെ സലാഡിന് വേണ്ടിയിട്ടല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ടല്ല കേട്ടോ. പിന്നെ കക്കരിക്ക എടുത്തു, അതും മുറിച്ചു. അതും ഞാനിങ്ങനെ വേറെ രീതിയിൽ മുറിക്കാൻ വേണ്ടി നോക്കി, പക്ഷെ നടന്നിട്ടില്ല. പക്ഷേ ഞാൻ എങ്ങനെയാണോ മുറിക്കേണ്ടത് അതുപോലെ മുറിച്ച് വെച്ച് ശേഷം ഒരു ഫ്രൈ പാൻ എടുക്കുക. അതിൽ കുറച്ച് ഓയിൽ എടുക്കുക, അതിങ്ങനെ ഗ്രീസ് ചെയ്യുക. ഗ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച നമ്മുടെ ഇതില്ലേ ചിക്കൻ ബ്രസ്റ്റ് അതെടുത്ത് ഇതിലേക്ക് ഇങ്ങനെ വെക്കാം. കുറച്ച് ഓയിൽ മാത്രം ഇട്ടാൽ മതിയാവും ഗൈസ്, അല്ലെങ്കിൽ കുറച്ച് സ്റ്റോണെല്ലാം വന്നാലാ. എന്നിട്ട് ഇങ്ങനെ നമ്മൾ അതായത് ഫ്രൈ ആവാൻ വേണ്ടി വെക്കണം. എനിക്ക് എന്തായാലും ഇവിടെ 2 റൗണ്ട് പോകേണ്ടി വരും, കാരണം എനിക്ക് കുറച്ച് ചിക്കൻ അധികമാണ്. പക്ഷേ പാൻ സൈസ് വലുതല്ല. നിങ്ങളടുത്ത് വലിയ പാനാണുള്ളതെങ്കിൽ അതുപോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളറാകുമ്പോൾ ഇങ്ങനെ മറിച്ചിടണം. ഞാൻ ഈ ഒരു കളറാകുമ്പോൾ മറിച്ചിടുക, കുറച്ച് അത്യാവശ്യം നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഈ ഒരു പാർട്ടി ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി, ബാക്കിയെല്ലാം നിങ്ങളിഷ്ടം. പിന്നെ അത് മാറ്റി വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഹണി, അതായത് നാച്ചുറൽ ഹണിയാന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ആഡഡ് ഷുഗർ ഉണ്ടെങ്കിൽ പണി വാളും. ലാസ്റ്റ് ഞാൻ കുറച്ച് ഇങ്ങനെ ഹണി ഇങ്ങനെ ഇട്ട്, ഇത് നാച്ചുറൽ എന്നാണ് പറയുന്നത്, പക്ഷേ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ അവർ 100% ഒത്തൻറ്റിക് എന്നല്ല പറയുന്നത്. എന്തെങ്കിലും ആവട്ടെ, പക്ഷെ കുറച്ച് ഹണി മാത്രം ഒഴിച്ചാൽ മതിയാവും. ശേഷം നമ്മളെ ബെയർ ഹാൻഡ് കൈ എടുക്കുക, ഇങ്ങനെ കുഴച്ചെടുക്കുക. കൈ മാത്രം യൂസ് ചെയ്താൽ മതി. ഇങ്ങനെ സ്പൂണെല്ലാം യൂസ് ചെയ്താൽ ഒന്നും ശരിയാവില്ല. പിന്നെ നമ്മൾ മാത്രമല്ല തിന്നുന്നത്, അതുകൊണ്ട് ഇഫ് ഇറ്റ് ഈസ് അൺഹൈജീനിക് ഓൾസോ ഇറ്റ്സ് ഓക്കെ. നമ്മൾ മാത്രമേ തിന്നുന്നുള്ളൂ, പിന്നെന്താ പ്രശ്നം. പിന്നെ ഒരു പാൻ എടുക്കുക, അതിലേക്ക് നമ്മൾ കുറച്ചിങ്ങനെ സവാള, നേരത്തെ വെച്ച സവാള, ടൊമാറ്റോ എല്ലാം ഇങ്ങനെ വഴറ്റിയെടുക്കുക. എന്തായാലേ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുണ്ടെങ്കിൽ നമുക്ക് 37 ഗ്രാം പ്രോട്ടീൻ കിട്ടും. പക്ഷേ അതിനനുസരിച്ച് ഫാറ്റ് ഇതിലുണ്ടാവും, പക്ഷെ അതും കൂടി നമ്മൾ നോക്കണം. പക്ഷെ തമ്മിൽ വെച്ചിട്ടാകുമ്പോൾ ഞാനത് കൊടുത്തിട്ടില്ല. എന്തായാലും കുറച്ച് ഫാക്റ്റൊക്കെ ഉണ്ടാവും ഗൈസ്, പക്ഷെ അതെല്ലാം സഹിക്കണം. ഈ മഞ്ഞ സാധനം നാട്ടിലുണ്ടാകുന്ന സമയത്ത് അത് മഞ്ഞയായിരുന്നു, ഇവിടെ എത്തുമ്പോൾ അത് ഓറഞ്ച് കളറായി. ആ കുക്കിങ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. മിക്സ് ചെയ്ത് ഏകദേശം ഞാൻ ഉണ്ടാക്കി ഈ പരുവത്തിലെത്തുന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ലോ ഫ്ലെയിമിലായിരിക്കണം കുക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞിട്ട് അടിയിൽ പറ്റും. പിന്നെ നമുക്കത് വാഷ് ചെയ്യാൻ ഭയങ്കര പണിയായിരിക്കും. ഈ ഒറ്റക്ക് നിന്ന് കുക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് വീട്ടിലെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തായിരുന്നു ഒരു പണി. വെറുതെ സൈഡിരുന്നാൽ പോരായിരുന്നില്ലേ, ബാക്കിയെല്ലാം അമ്മ കുക്ക് ചെയ്തിരുന്നുണ്ടായിരുന്നില്ലേ. പിന്നെ അത് ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് ഒരു ചപ്പാത്തിയിലേക്ക് ഇങ്ങനെ വെക്കണം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ വെച്ചോ ഗൈസ്, പക്ഷേ ഞാൻ വെക്കുന്നത് റോള് പോലെ ആക്കാൻ വേണ്ടി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെക്കുന്നത്. ശേഷം നമ്മൾ ഉണ്ടാക്കിയ മറ്റേ മുട്ടയുടെ സംഭവം നമ്മയിലത്തേക്ക് കിട്ടും. ശേഷം അതിങ്ങനെ റോളാക്കാൻ വേണ്ടി തുടങ്ങി ഞാൻ. അങ്ങനെ അതേപോലെ തന്നെ 2ാമത്തെ ചപ്പാത്തി എടുത്തു, അതിലും സെയിം സാധനം ഞാൻ ചെയ്തു. അതും റോളാക്കിയിട്ട് സൈഡിലേക്ക് വെച്ചു. അങ്ങനെ കുറച്ച് സമയം ഫ്രിഡ്ജിലെല്ലാം ഇങ്ങനെ തപ്പി നോക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു സംഭവം കിട്ടിയത്. അതായത് ഷുഗറൊന്നും ഇല്ലാത്ത ഒരു ടൊമാറ്റോ കെച്ചപ്പ്. അപ്പോൾ അതും എടുത്തു ഞാൻ അവിടെ സൈഡിലേക്ക് ഇങ്ങനെ നല്ല വെച്ചു. പിന്നെ നോ ഷുഗറാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് കഷ്ടപ്പെട്ടത് വൃത്തിയാവും. പിന്നെ കുറച്ച് ഇങ്ങനെ കുക്കുംബർ, അതേപോലെ തന്നെ ക്യാരറ്റെല്ലാം നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ മുറിച്ചിട്ട്, അത് ഞാൻ ഇതിലേക്ക് വെച്ച് സൈഡ് ഇങ്ങനെ ഇതെല്ലാക്കി ഗാർണിഷ് പോലെ ഒരു ഗാർണിഷ് കഴിക്കുക. ലാസ്റ്റ് ഞാൻ അവിടെ ഇരുന്ന് അത് കഴിക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ സാധനം
കഴിക്കുന്ന സമയത്ത് വേറെ തന്നെ ടേസ്റ്റായിരുന്നു ഗൈസ്. എന്താ ടേസ്റ്റ്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും സാധനം അടിപൊളിയായിരുന്നു ഗൈസ്. സത്യം പറയാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഹെൽത്തി. ഇപ്പം തന്നെ എനിക്ക് കൊതി വരുന്നു ഇങ്ങനെ പറയുമ്പോൾ. ഞാനതിപ്പോൾ ഇന്നലെ ആക്കി വെച്ചു, ഇന്ന് എനിക്കതില്ലല്ലോ. എന്താ ശരി. സോ ദാറ്റ്സ്